ചെയ്യാൻ പോകുന്നത് ഒരു ഈസി സംഭവം. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഈ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. പരിപ്പ്, സവാള, കത്തിരിക്ക, തക്കാളി, മൂക്കോല്, കരയ്ക്ക, ഉരുളൻകിഴങ്ങ് എല്ലാം ഇത് ചേർത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് വെക്കാം. ആവശ്യമായ ഉപ്പ്, കത്തിരിക്കാം, രണ്ട് വിഷിൽ വരുമ്പോൾ സാമ്പാറിന് വേണ്ടുന്ന മസാല: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ടീസ്പൂൺ കായപ്പൊടി, സാമ്പാർ പൊടി പിന്നെ ചേർക്കും. അപ്പൊ എന്താന്ന് വെച്ചാലേ ഇന്നലെ മിനിങ്ങാന്നൊക്കെ അച്ചാറിട്ടതാ. കോവക്ക ഉണ്ടോ? ഇത് കോവക്കയാണ്. ഉപ്പിലിട്ടത് കോവക്ക. ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് കേട്ടോ. ആ ഭരണി നിറയെ ഉണ്ടായിരുന്നു, എല്ലാം കാലി. ആ ഇതാണ് നെല്ലിക്ക ഉപ്പിലിട്ടത്. കോവക്ക ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉപ്പിലിടുന്നത്. നല്ല ഉണ്ട്, ടേസ്റ്റ് നോക്കി നല്ല ഉണ്ട് ഇത്. അപ്പം എളുപ്പം ഉണ്ടാക്കുന്ന സാമ്പാർ ഇന്നത്തെ ഇതെല്ലാം പറഞ്ഞായിരുന്നല്ലോ. പിന്നെ മാങ്ങ അച്ചാറുണ്ട്. മാങ്ങ അച്ചാർ അത് ഇന്നലെ മിനിങ്ങാന്നുണ്ടാക്കി. ഇവിടെ ഒരു ഭരണി, ഇവിടെ ഒരു ചെറിയ നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, അച്ചാറുകളെല്ലാം കണ്ടവാനുണ്ട് കേട്ടാ. ഐസ് കണ്ട കോവക്ക അങ്ങനെയുണ്ട്, നെല്ലിക്ക അങ്ങനെയുണ്ട്. അടുത്ത ഈസി സാമ്പാർ. അതിന്റെ വിഷയം ഇടണം. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ടു. കുക്കർ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പില്. എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ അറിയാലോ. പരിപ്പ്, ഉരുളക്കിഴങ്ങ്, കത്തിരിക്ക, മുള്ളങ്കി അല്ല ന്യൂക്കുൾ, ചെറിയ കത്തിരിക്ക എല്ലാം കൂടെ വെട്ടിയിട്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിഷിൽ ഇടാൻ പോവാണ്. ഇട്ടു. പിന്നെ മസാലയൊക്കെ പൗഡറെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്.
മഞ്ഞപ്പൊടി, കായപ്പൊടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിസിൽ അടിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു വിസിൽ അടിച്ചു. രണ്ടാമത്തെ വിസിൽ വരണം. 2, 3 മൂട്ട 3. അപ്പൊ എളുപ്പം ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഇത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമേ പറഞ്ഞു. പെട്ടെന്നുണ്ടാക്കാം സാമ്പാർ. ചോറിനോ ചപ്പാത്തിക്കോ. രണ്ടാമത്തെ വിസിലും വന്നു. ആവി ചൂട്. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. മൂന്നാമത്തെ വിസിൽ ഏകദേശം വരാൻ റെഡി ആയിക്കൊണ്ട് വരുന്നു. ആ മൂന്നാമത്തെ വിസിൽ വന്നു. മൂന്ന് വിസിലടിച്ചു. മൂന്നാമത്തെ വിഷിൽ നമ്മൾ ഇറക്കി വെച്ചു അല്ലേ? പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, ചട്ടി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകണം. കടുകിടാൻ പോന്നു. എണ്ണ ചൂടായില്ല. ചൂടാവട്ടെ. കടുകിട്ടു. കടുക് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ എളുപ്പ സാമ്പാറിന്റെ കടുക് വറക്കൽ അങ്ങനെ പത വന്നു. കടുക് പൊട്ടുന്നു. മുളകിടുന്നു. വറ്റൽ മുളക് 3 സവാള, ഉള്ളി, കരിയാപ്പില 3 ഇട്ടു. ഇളക്കുന്നു. അങ്ങനെ കുക്കറ് ആപ്പെടുത്തു. കേട്ടോ, പരിപ്പൊക്കെ വെന്ത്, തക്കാളിയൊക്കെ വെന്ത്, എല്ലാം വെന്ത്. അത് ചേരണ്ടി മസാലകള്: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം. മുളകുപൊടി, മല്ലിപ്പൊടി, കായം. അടുത്തത് ഈസ്റ്റേൺ സാമ്പാർ പൊടി. അതാണ് നമ്മുടെ മെയിൻ ആള്. ഈസ്റ്റേൺ സാമ്പാർ പൊടി ഇട്ടു. പിന്നെ മസാല ഗ്രേവി എല്ലാം അങ്ങനെ ഇതോട്ട് നമ്മുടെ പിന്നെ പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും അതെല്ലാം കൂടെ അതിലോട്ട് അങ്ങ് ഒഴിച്ച് അത് നമ്മൾ തിളയ്ക്കണം. അല്ല
ആവശ്യത്തിന് വെള്ളം ചേർത്തു. നമുക്ക് പുളി ചേർക്കാം. ഇനി നമ്മുടെ പിഴുപുളി, വാളംപുളിയില്ലേ, വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിച്ചു. അപ്പം അതിന് ഇളക്കുണ്ട്. ഇളക്കി ആവശ്യത്തിന് ഉപ്പിടുന്നു. ഇവിടെ പുളി ഒഴിക്കുന്നു. ഈ സാമ്പാർ ഏകദേശം ഇവിടെ തിളയ്ക്കണം. തിളച്ച് തരുമോ? അതൊക്കെ വെന്തു. ഉരുളൻകിഴങ്ങ്, കത്തിരിക്ക, തക്കാളി, സൂപ്പറാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കെ. പെട്ടെന്ന് ഉണ്ടാകാൻ വലിയ കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കായെല്ലാം അഴിഞ്ഞ് കഴുകി റെഡിയാക്കിയ പരിപ്പ് വിട്ട് ഇതെല്ലാം ഒന്നിച്ച് അടുപ്പിലോട്ട് വെച്ചാൽ പെട്ടെന്നാണ് അത് വറുത്തെടുക്കും. അത്രേ ഉള്ളൂ പരിപാടി. ഇതിപ്പോ ടേസ്റ്റ്, സാമ്പാർ ടേസ്റ്റ്. അപ്പൊ ഞാന് സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം അഭിപ്രായം എന്തോ. അടിപൊളി ടേസ്റ്റ് ആവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ്. ഇച്ചിരി കായപ്പൊടിയുടെ ചേർക്കുക. സൂപ്പറാണ്, സൂപ്പർ, എക്സലന്റ്. എളുപ്പ സാമ്പാർ, ഈസി സാമ്പാർ. എങ്ങനെയാന്ന് വെച്ചാൽ ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാം. പൊറോട്ടയ്ക്കും. സാമ്പാറും ഇച്ചിരി മാങ്ങാച്ചാറും, ഇച്ചിരി മാങ്ങ അച്ചാറും ഇച്ചിരി സാമ്പാറും ഇച്ചിരി മോരോ തൈരോ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് കാലയ്ക്ക് ഒരു അടി അടിച്ചാൽ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ വീഡിയോ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സാമ്പാർ അങ്ങനെ ഫൈനലി റെഡി ആയി കേട്ടോ. ഫൈനൽ റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ല ഉണ്ട്. നിങ്ങളും ചെയ്ത് നോക്കുക. അതിമനോഹരമാണ്. മനോഹരം മാത്രമല്ല, ടേസ്റ്റ് സൂപ്പർ. അപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്.